എല്ലാവർക്കും ജയാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇത് നമുക്ക് വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് ഏത് സൈസ് വഴുതനങ്ങയാണോ കിട്ടുന്നത് അത് വെച്ച് നമുക്ക് ഫ്രൈ ഉണ്ടാക്കി കഴിക്കാം. ഇപ്പം മീനൊക്കെ വളരെ ഫ്രഷായിട്ട് മീൻ കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പം മീൻ കിട്ടാനില്ലാത്തതുകൊണ്ട് നമുക്ക് മീനിൻ്റെ രുചിയിൽ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കി കഴിക്കാം. വഴുതനങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേ അളവിൽ കട്ട് ചെയ്ത് വെക്കണം. ഇത്ര കട്ടി വേണം. അപ്പോൾ ഇനി ഇത് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ട് വെക്കാം. കട്ട് ചെയ്ത് വെച്ച വഴുതനങ്ങ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം. ആ വെള്ളത്തിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് വെള്ളം നല്ലതുപോലെ ഒന്ന് ഇളക്കി ഈ വെള്ളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഈ വെള്ളത്തിൽ ഇട്ടേക്കണം. നല്ലതുപോലെ ഒന്ന് മുക്കിത്താത്ത് വെക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് മുക്കിത്താത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമുക്കി കൊടുക്കണം. 5 മിനിറ്റ് മതി. പിന്നെ നമുക്കിത് വെള്ളം തോരാനായിട്ട് ഒരു ജാലിയിലേക്ക് മാറ്റാം. അപ്പോഴേക്ക് നമുക്ക് മസാല റെഡിയാക്കാം. വഴുതനങ്ങ ഫ്രൈക്ക് വേണ്ടി ഞാൻ 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ വേണ്ടത് നാരങ്ങ എടുക്കുകയാണെങ്കിൽ ഒരു നാരങ്ങയുടെ നീര് വേണം. അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കണം. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചേർക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് വഴുതനങ്ങയെ പുരട്ടാം. കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടിരുന്ന വഴുതനങ്ങ ഞാനൊരു ജാലിയിലേക്ക് മാറ്റി. അതിൻ്റെ വെള്ളമെല്ലാം തോർന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ വറക്കാം. മസാല പുരട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതേപോലെ പുരട്ടിയെടുക്കാം. അപ്പോൾ 1/4 കിലോ വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/4 കിലോ വഴുതനങ്ങയുടെ മസാലയുടെ അളവാണ് ഞാൻ പറഞ്ഞത്. വഴുതനങ്ങയിൽ മസാലയെല്ലാം പുരട്ടി വെച്ച് 2 സൈഡിലും പുരട്ടിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് അടച്ചു വെച്ചേക്കാം. എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് ചൂടോടെ കഴിക്കാം. വഴുതനങ്ങയിൽ മസാലയൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലോട്ട് പെറുക്കി വെച്ച് കൊടുക്കാം. മീൻ മറക്കുന്ന അതേ രീതി. ഒരുപാട് എണ്ണയൊന്നും ഒഴിക്കണ്ട. നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യണ്ട. കുറച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ട് ഇതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു വശം മൂത്ത് കഴിഞ്ഞ് മീൻ വറക്കുന്ന അതേ രീതിയിൽ തന്നെ ഒരു വശം മൂത്ത് കഴിഞ്ഞ് അടുത്ത വശം വെച്ച് കൊടുക്കണം. നമ്മുടെ വഴുതനങ്ങ ഫ്രൈ തയ്യാറായി. ഇനി നമുക്കിത് പാനിൽ നിന്നും മാറ്റാം. അപ്പോൾ 2 വശം നല്ലതുപോലെ മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പാനിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതിന് ഒരു ഹോട്ടൽ ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കാനിരിക്കുമ്പോൾ ഒരു മണം വരുമല്ലോ, അവിടുത്തെ കിച്ചണിൽ ഇതേ മണം. ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പോൾ അത് ചേർത്ത് നമ്മൾ മസാല ഉണ്ടാക്കണം. എങ്കിലേ ഇതിന് തനിതായ ടേസ്റ്റ് വരുത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ബാക്കിയുള്ളതും കൂടെ നമുക്ക് മുരിച്ചെടുക്കാം. വഴുതനങ്ങ ഫ്രൈ റെഡിയായി. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം, കഴിക്കണം. നോൺ വെജ് കഴിക്കുന്നവർക്കും നോൺ വെജ് കഴിക്കാത്തവർക്കും ഇത് ഇഷ്ടപ്പെടും.